നമസ്കാരം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ തൊടുകുറിയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ ആ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ അറിയാം. അതിനായി ഏവരും തന്നിരിക്കുന്നതായ ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം തിരഞ്ഞെടുക്കുക. ആദ്യത്തേതായ ചിത്രം അടക്കയാകുന്നു, രണ്ടാമത്തേതായ ചിത്രം വെറ്റിലയാകുന്നു. ഈ രണ്ട് ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ആ പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ച് പരാമർശിക്കാം. അതിനു മുന്നോടിയായി ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ ചിത്രമായ അടക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്നാണ് സുഖകരമായ ദാമ്പത്യ ജീവിതം. എന്നാൽ പലപ്പോഴും നിങ്ങൾക്ക് സുഖകരമായ ദാമ്പത്യ ജീവിതം ലഭിക്കുന്നില്ല എന്നതാണ് വാസ്തവം. പല അവസരങ്ങളിലും പലവിധ തർക്കങ്ങൾ, വാക്തർക്കങ്ങൾ, ഐക്യമില്ലാത്തതായ അവസ്ഥ, പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങൾ ദാമ്പത്യ ജീവിതത്തിൽ നിന്നും ലഭിക്കാത്തതായ സാഹചര്യം തുടങ്ങിയ അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. സമൃദ്ധി അഥവാ ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കാതിരിക്കുക, പ്രതീക്ഷിക്കുന്നതായ കാര്യങ്ങളിൽ പലവിധ തടസ്സങ്ങളാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കാത്തതായ സാഹചര്യം എന്നിവയെല്ലാം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അതും നിങ്ങൾക്ക് പല അവസരങ്ങളിലും തിരിച്ചടിയാകുന്നു എന്നതാണ് വാസ്തവം. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ആഗ്രഹ സാഫല്യം ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആഗ്രഹങ്ങൾ നീണ്ടുപോകുന്നു എന്നതാണ് വാസ്തവം. അത്തരം കാര്യങ്ങളിൽ ചില മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെയാണ് ഫലം. എന്നാൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ആ സമയത്ത് തന്നെ ആഗ്രഹങ്ങൾ നടക്കണം എന്നില്ല. അല്പം കൂടി ശ്രമിക്കുകയാണ് എങ്കിൽ ആ ആഗ്രഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത വർദ്ധിക്കും. കൂടാതെ പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടക്കണം എന്നില്ല. അതിനാൽ തന്നെ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ചില വ്യക്തികളുടെ ഉപദേശങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. കൂടാതെ കഠിനാധ്വാനത്തോടെ പരിശ്രമങ്ങൾ നടത്തുവാൻ നിങ്ങൾ മുന്നിട്ടിറങ്ങുവാനുള്ള സാധ്യതയും കൂടുതലാകുന്നു. ആ ആഗ്രഹങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തന്നെ അല്പം കൂടി കാത്തിരിക്കുക. അതിനാൽ കാത്തിരിപ്പ് ഒരിക്കലും നടക്കില്ല എന്നല്ല അർത്ഥമാക്കേണ്ടത്. ശ്രമങ്ങളോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ആ കാര്യങ്ങൾ നടക്കും എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. സൽസന്താന യോഗം ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. കുട്ടികൾക്ക് ഉയർച്ച വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് കുടുംബ സൗഖ്യം കടന്ന് വരാവുന്നതാണ്. കുടുംബ ജീവിതത്തിലെ പല പ്രശ്നങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. വീട് മൂടി പിടിപ്പിക്കുവാൻ പോലും സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. കുടുംബവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ തർക്കങ്ങളുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും അകന്ന് പോകാവുന്നതാണ്. അത്തരം വിഷമങ്ങൾ ഒഴിഞ്ഞു പോകുവാനുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. അല്ലെങ്കിൽ ചില വ്യക്തികളാലും അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പലവിധ തടസ്സങ്ങൾ, വിഷമങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. വിദ്യ, വിവാഹം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷമതകളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഒരു പരിധിവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞ് പോകുന്നതാണ്. കുടുംബ ജീവിതത്തിൽ സന്തോഷം, ഉയർച്ച, സമ്പൽ, സമൃദ്ധി എന്നിവ ജീവിതത്തിലേക്ക് വന്നു ചേരാം. പലവിധ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. സന്തോഷകരമായ നിമിഷങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരും. ഉയർച്ചയ്ക്കുള്ള കാര്യങ്ങൾ, കാര്യ തടസ്സങ്ങൾ അകന്ന് ഉയർച്ച നേടുവാനുള്ള സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരാം. സമ്പൽ, സമൃദ്ധി ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇത്തരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നു എന്ന് വരാം. അതിനാൽ തന്നെ ഈ സമയം പ്രതീക്ഷകളോടെ നിങ്ങൾ മുന്നോട്ട് പോവുക.
കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരും. എന്നാൽ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില വ്യക്തികളാൽ പലവിധ തെറ്റിദ്ധാരണകളും ജീവിതത്തിൽ വന്നു ചേർന്നു എന്ന് വരാം. ആ തെറ്റിദ്ധാരണകൾ തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കി ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് തന്നെ പോവുക. രണ്ടാമത്തെ ചിത്രമായ വെറ്റിലയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു. മംഗളകരമായ ചില കാര്യങ്ങൾ, പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാനും ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചയും വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. ശുഭവാർത്തകൾ പോലും ഈ സമയം നിങ്ങളെ തേടിയെത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ത്രിദേവി സങ്കല്പം തന്നെയാണ് വെറ്റില. ത്രിദേവ സങ്കല്പം തന്നെ അതിനാൽ ഉണ്ടാകുന്നു എന്ന് തന്നെ പരാമർശിക്കാം. തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം നിങ്ങൾക്ക് വളരെ കൂടുതൽ തന്നെയാണ്. തൊഴിൽ ലഭിക്കുകയും പ്രതീക്ഷിക്കാത്തതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാവുന്ന സാഹചര്യമാണ് ഉള്ളത്. എന്നാൽ ആഗ്രഹങ്ങൾ ഇപ്പോൾ നടക്കുവാനുള്ള സാധ്യതകൾ കുറവാണ്. അതിനാൽ ആഗ്രഹങ്ങളെക്കുറിച്ച് ഒന്നുകൂടി പുനഃപരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. പെട്ടെന്ന് തന്നെ ആ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകളില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. അതിനാൽ തന്നെ അല്പം കൂടി കാത്തിരിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം പരിശ്രമങ്ങളാൽ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ ക്രമേണ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ കാര്യങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും. അതിനാൽ പ്രാർത്ഥനകളോടെ മുന്നോട്ട് പോവുക. വളരെയധികം ശ്രമങ്ങൾ നടത്തുക. ഏതെല്ലാം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ആ കാര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും എന്ന് ചിന്തിച്ച് തന്നെ മുന്നോട്ട് പോവുക. ഒരിക്കലും അതിൽ നിന്നും പിന്മാറണം എന്ന് പരാമർശിക്കുന്നില്ല. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് നിങ്ങൾ നടത്തേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് പലരിൽ നിന്നും സഹായങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാതെ തന്നെ ലഭിച്ചു എന്ന് വരാം. പലവിധ ചിന്തകൾ, അനുകൂലമാക്കുവാൻ സാധിക്കുന്നതായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. കൂടാതെ ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ഇഷ്ടവിവാഹത്തിനുള്ള അവസരങ്ങൾ വന്നു ചേരാം. തൊഴിൽപരമായ തടസ്സങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ നിന്നും അകന്നു പോവുകയും പുതിയ തൊഴിൽ, പുതിയ അവസരങ്ങൾ കടന്നു വരും. എന്നാൽ ശ്രമങ്ങൾ നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ശ്രമങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ പല പ്രശ്നങ്ങൾക്കും ശാശ്വതമായ പരിഹാരങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ ഈ സമയം വിചാരിച്ചതായ കാര്യങ്ങൾ നടത്തിയെടുക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ അല്പം കൂടി കാത്തിരിക്കുക. എന്നാൽ ചില സൂചനകൾ നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വരാം. അത് നിങ്ങൾക്ക് കഠിനാധ്വാനം ചെയ്യാനും ആ കാര്യത്തിൽ നിന്നും ഒരിക്കലും ശ്രദ്ധ പോകരുത് എന്ന വ്യക്തമായ സൂചന തന്നെയാകുന്നു. അതിനാൽ അത്തരം കാര്യങ്ങളും ശ്രദ്ധിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കർമ്മരംഗത്ത് പ്രതീക്ഷിക്കാത്തതായ ഉയർച്ച, അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങളുടെ തൊഴിലിടത്ത് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വന്ന് ചേരുന്നതാകുന്നു. കൂടാതെ ഏതെങ്കിലും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരാശപ്പെടുന്നവരാണ് നിങ്ങൾ എങ്കിൽ അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. കൂടാതെ കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിങ്ങൾക്ക് രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ചില സന്തോഷ വാർത്തകൾ തേടിയെത്താം. കൂടാതെ ഈ സമയം നിങ്ങളുടെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം പുരോഗതി കൈവരിക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുള്ളതായ തെറ്റിദ്ധാരണകൾ മാറ്റി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനുള്ള അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക.